അണ്ണാ ഓട്ടോമാറ്റിക്കായിട്ട് അണ്ണന് കമ്പിയാവണമെന്ന് എന്താണ് പറ പറ. പക്ഷെ അണ്ണ അത് വയറായിട്ട് ഇട്ടുണ്ടായിരുന്നു. ആ പറ എന്താ അങ്ങനെ പറയാൻ കാരണം അണ്ണ ഓട്ടോമാറ്റിക് കമ്പിയാവും. വയറിലാവും. ഞാൻ പിന്നാലെ പറഞ്ഞു എനിക്ക് അണ്ണൻ ഇത്ര പഠിപ്പ് അല്ല അണ്ണൻ ഇത്ര 500 കിട്ടിയ അല്ല അണ്ണൻ ഇത്ര പഠിപ്പ് വിവരമുണ്ടായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യമില്ലേ, എല്ലാവർക്കും നടക്കുന്ന കാര്യമില്ലേ. അതിന് ഓട്ടോമാറ്റിക് എന്താണ്? ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഒരിക്കലും ആവാത്ത കാര്യങ്ങളുണ്ട്. അതെ പക്ഷെ അണ്ണൻ പറഞ്ഞത് ശരിയാ, അതൊക്കെ പറയാൻ പാടില്ല. പക്ഷേ സത്യം എന്ന് പറയുന്ന അല്ല അണ്ണന് ഈ പറയുന്ന ഈ ക്വാണ്ടം എന്ന് പറഞ്ഞത് ഇതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല നമുക്കറിയാവുന്ന ചോദിക്കണാണ് അല്ല അപ്പൊ അതുകൊണ്ട് അണ്ണൻ ഇപ്പൊ ക്വാണ്ടം നടക്കണേ നമ്മൾ ജീവിക്കാൻ വേണ്ടി പറയുന്നത്. ജീവിക്കാൻ വേണ്ടി ഇവക വർത്തമാനങ്ങളാണ് പറയുന്നത്. ഉള്ള കാര്യമല്ല അതല്ല അത് ശരി. അണ്ണന് ഇതൊന്നും ഇല്ലെന്നുള്ള പറഞ്ഞത്, ഇതൊന്നും ആവാറില്ലെന്നുള്ള പറഞ്ഞത്. ഞാൻ ഉള്ള സത്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയാം ബീച്ചിലേക്ക് ഞാൻ പിന്നാലെ പറഞ്ഞ അക്ഷരാക്ഷരം പ്രണയം പറഞ്ഞു. എനിക്ക് എന്ത് പ്രണയവും പ്രണയമില്ല. ലക്ഷ്മി മാത്രമാണ് എന്ത് പ്രണയവും പ്രണയമില്ല. വെറുതെ 700 K കിട്ടിയത് ഇങ്ങനത്തെ വിദ്യാഭ്യാസം ഓടും. അണ്ണ ഇതിനാണ് PhD എടുത്തത്. അണ്ണ PhD എടുത്ത കാര്യങ്ങളെ പറ്റിയൊന്നും പറയണില്ല. അല്ല അണ്ണ റിസർച്ച് ചെയ്ത കാര്യത്തെ കുറിച്ചും പറയണില്ല. റിസർച്ച് ചെയ്ത കാര്യത്തെ കുറിച്ചൊന്നും പറയാറില്ല. അണ്ണ എപ്പോഴും സെക്സ് പറഞ്ഞിരിക്കുന്നു. ഞാൻ എത്ര പറഞ്ഞു അതൊന്നും ഓടുന്നില്ല. ഒന്നും മനസ്സിലാവണില്ല. ഞാൻ കഞ്ചാവ് വെച്ചിട്ടാ പറയുന്നത്. ആ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അണ്ണൻ ഇപ്പൊ ഈ പറഞ്ഞത് കാര്യം പറഞ്ഞല്ലോ എന്നോട് ചെയ്തത് അണ്ണൻ സ്കോളർഷിപ്പ് ഇട്ടത് ഇതിന് വേണ്ടിട്ടാണോ? ഈ സെക്സ് പറയാൻ വേണ്ടിട്ടാണോ ഇത് കിട്ടുന്നത്? അത് മോശമായതല്ല പറഞ്ഞത്. പക്ഷെ അണ്ണൻ കമ്പിയാവണം, ഓട്ടോമാറ്റിക് കമ്പിയാവണം. വെറുതെ നിന്നിട്ട് എനിക്ക് ഓട്ടോമാറ്റിക് കമ്പിയാവുന്നത് എന്ന് പറഞ്ഞത് ശരിയാണ്. കാര്യം മനസ്സിലാവോ? അതും പക്ഷേ പറയുന്നത് തെറ്റാണ്. അത് സ്വാഭാവികമാണെന്നല്ല. അണ് വെറുതെ ഇരുന്നിട്ട് ഫോൺ എടുത്തിട്ട് പറയാ എനിക്ക് ഓട്ടോമാറ്റിക് കമ്പിയാവുന്നത്. നമുക്ക് അങ്ങനെ പറഞ്ഞത് കമ്പിയാവണില്ല. പക്ഷെ വളരെ ഇതാണ് കാരണം ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ ഇടാൻ പാടില്ല. ആ അത് ശരിയാണോ? കുട്ടികൾ കാണില്ലേ? കുട്ടികളാണില്ലേ ഇതൊക്കെ കിഡ്സ് അല്ലേ? ഞാൻ അതിനകത്ത് 18+ ഞാൻ കൊടുക്കുന്നത്. പിള്ളേർ പിള്ളേർ കൊടുത്തതാ. ആ പിന്നെ എങ്ങനെയാണ് ഇത് സ്വാഭാവികമായി നേച്ചറിൽ ഉണ്ടാവുന്ന കാര്യമല്ലേ. അപ്പൊ അത് കണ്ടപ്പോ വിളിച്ചു പറയും. വിളിച്ചു പറയൂല. വിളിച്ചു പറഞ്ഞാണ് ജയിലിൽ പോയത്. ഞാനിപ്പോ നിർത്തിയിരിക്കാതെ അവിടെ എന്നെ വീച്ചു പോയി. ഞാൻ ഈ പരിപാടി നിർത്തിയതാണ്. ഈ പരിപാടി കംപ്ലീറ്റ് ചെയ്തത്. അതോടെ എന്നെ വീച്ചിട്ട് ഔട്ടാവും. ഞാൻ ചെയ്യാനാണ് ഇവിടെ വിറ്റു തുടങ്ങി കോമാണ്. അതെനിക്ക് വെച്ച പരിപാടിക്ക് പറ്റും. അവരാണ് അത് ചെയ്താണ്. സെക്സ് ഉണ്ടെന്ന് മാത്രമേ പറ്റുള്ളൂ. ഞാനിപ്പോ അവരത് അടൽക്ക് പറ്റില്ല കേസാവും. എന്നോട് എന്നെ പോലീസുകാർ പറഞ്ഞു നീ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആവും. കൂടുതലിട്ട കേസാവും. രണ്ടിന്റെ ഇടയിലും ഇട്ടോളാം. ഒരു പാകത്തിൽ ഇട്ടോളാം മസാല. മസാല വിറ്റ് പോലും ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് 800 ബോട്ടിൽ ബുക്ക് ആവും. ഒറ്റ ബുക്ക് വിറ്റ് പോയില്ല. അന്ന് എന്നോട് പറഞ്ഞാണ് മസാല വിറ്റ് പോകുള്ളൂ. ബുക്ക്